അക്ബറിനൊരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് മിററിൻ്റെ മുന്നിൽ നിന്നും പ്രതിബിംബത്തെ നോക്കി സംസാരിക്കാൻ. അതായത് ഇതുവരെയുള്ള ഇവിടം വരെ എത്തിയ ആ കാര്യങ്ങളെക്കുറിച്ച് ചുരുക്കി പറയാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പം അക്ബർ പറയുകയാണ് കണ്ണാടി നോക്കിയിട്ട്, നിന്നോടെനിക്ക് ഒരു പ്രൗഡ് തോന്നുന്നു. കാരണം നീ ഒറ്റയ്ക്ക് ജെന്യൂനായിട്ട് കളിച്ച് ഇവിടം വരെ എത്തി. നീയാണ് സ്ട്രോങ് കണ്ടസ്റ്റൻസ്. നിന്നെപ്പോലൊരു കണ്ടസ്റ്റൻസ് ബിഗ് ബോസിനകത്തില്ല എന്നാണ് സ്വയം പൊക്കി അക്കൂക്ക പറയുന്നത്. നിന്നെ തളർത്താനും നിന്നെ തകർക്കാനും നോക്കി ഒരുപാട് പേരുണ്ട്. എന്നിട്ട് നീ ഇത്രയും ദിവസം 97ാമത്തെ ദിവസം വരെ നീ പിടിച്ചു നിന്ന്. നീയാണ് ഇപ്പോഴത്തെ വിജയി. നീ ഒരു പാട്ടുകാരനായി വന്ന് ബിഗ് ബോസ് സീസൺ 7ലെ ഏറ്റവും മികച്ച കണ്ടസ്റ്റൻസായി. അതിനിടയിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ നീ അനുഭവിച്ച്, ഒരുപാട് വേദനകൾ അനുഭവിച്ച് ഇന്ന് നീ ഈ ഒരു സീറ്റിൽ വന്ന് നിൽക്കുകയാണ്. നിന്നോട് എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നുകയാണ്. പിന്നെ കേരളം അംഗീകരിച്ച ഏറ്റവും നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് ഞാനും അപ്പാനിയും തമ്മിലുള്ള. അപ്പോൾ വേറെ ഫ്രണ്ട്ഷിപ്പൊന്നും പാവം കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ആദ്യമായിട്ടാണെന്നൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നത് തന്നെ. അതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനൊരു ഫ്രണ്ട്ഷിപ്പ് കേരളം അംഗീകരിച്ച് കൊടുത്തിരിക്കുകയാണ്. പിന്നിൽ നിന്നും കുത്താത്ത ഒരു എൻ്റെ ഫ്രണ്ടാണ് അപ്പാനി എന്നാണ് അക്ബർ പറഞ്ഞിരിക്കുന്നത്. പാവം സ്വയം തന്നെ അങ്ങ് ഓർത്തിരിക്കുകയാണ് വിജയിക്കുമെന്ന്. കാരണം ആര്യനൊക്കെ പാവത്തിനെ പറ്റിച്ച് വെച്ചിരിക്കുകയാണ്. മോഹൻലാൽ വലത് കൈ പിടിച്ച് പൊക്കും, അക്ബറിൻ്റെയാണ് പൊക്കാൻ പോണത് വിന്നറെന്നും പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ആര്യനും അപ്പാനി പറഞ്ഞ് വന്നപ്പോഴേ ഇതുപോലെ തന്നെ കളിക്കാൻ. അപ്പോഴും അക്ബറിൻ്റെ മനസ്സിൽ പ്രതീക്ഷയായി. സ്വന്തം കൂട്ടുകാരൻ പിന്നീന്ന് കുത്താതെ മുന്നീന്നൊരു കുത്തു കൊടുത്തിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇതുപോലെ കളിക്കുക. അങ്ങനെ പുള്ളി വിചാരിച്ചിരിക്കുന്നത് പുള്ളിയാണ് ഈ സീസണിലെ വിന്നറെന്ന്. അനീഷ് അവിടെ ലീഡ് തുടങ്ങിയിട്ട് എൻ്റെ 7 അയലത്തെത്താൻ പറ്റിയിട്ടില്ല അക്ബറിന്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.